ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, നമ്മുടെ അങ്ങ് സാമ്പത്തിക മേഖല കൂടി നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് ഏറ്റവും ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമുക്ക് അത്രയേറെ അഭിമാനത്തോടെ പറയാവുന്ന ഒന്നല്ല. സ്ത്രീകളെ എത്രത്തോളം വർക്ക് ഫോഴ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് എന്നതൊക്കെ നമുക്ക് അല്പം പിറകിൽ തന്നെ നമ്മൾ നിൽക്കുന്നതാണ്. 40% മാത്രമേ ഉള്ളൂ ഒരു ആഗോള ശരാശരിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടേത്. ഇനി നമ്മൾ സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ട്. ഈ ഭരണ പങ്കാളിത്തം ഉറപ്പുവരുത്തി അതിന് അവസരം കൊടുത്ത് അവരെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനപ്പുറം അവർക്ക് ഈ ഫ്രീ ബീസ് കൊടുത്തിരുത്തുക എന്ന് പറയുന്നത് ഒട്ടും പരിഷ്കൃതമായ നമ്മളെപ്പോലെ വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ചേരുന്നതല്ല. അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കാനുള്ള ഒരു അവസരം നിഷേധിച്ചു എന്നൊരു സൂചന ഡോക്ടർ ഗോപകുമാർ പറഞ്ഞപ്പോൾ അതിലുണ്ടായിരുന്നു. അതിലൊരു വാസ്തവമില്ലേ? ഇല്ല, ഈ ഫ്രീ ബീസിൻ്റെ കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫ്രീ ബീസ് പ്രഖ്യാപിക്കുന്നതിനെ നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണം രാജ്യത്ത് ആവശ്യമാണ്. അതിനകത്ത് പ്രതിപക്ഷത്തെ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരോപിക്കാൻ കഴിയില്ല. ഇപ്പോൾ ബംഗാളിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടു, തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിൻ്റെ 3 ഇരട്ടിയാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ഭാവിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ഈ ഫ്രീ ബീസ്, അതിന് വ്യക്തമായ നിയന്ത്രണത്തിനാവശ്യമായിട്ടുള്ള സംവിധാനം നിയമം മൂലം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ ഇവിടെ ശ്രീ ചോദിച്ച ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം, ഒരു സംശയവും വേണ്ട. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അവരുടെ ഭരണനിർവഹണ പ്രക്രിയയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ എംപവർമെൻ്റാണ്. രാഷ്ട്രീയമായ അധികാരവൽക്കരണം നടക്കണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിലും നിയമസഭയിലും ജനായത്ത സമിതികളിലുമുള്ള അവരുടെ പ്രാതിനിധ്യം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയണം. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 33% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ട് ശ്രീ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കൊണ്ടുവന്ന 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലടക്കം നടപ്പാക്കിയിട്ടുള്ള പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ 1995 മുതൽ 2025 വരെയുള്ള കേരളത്തിൻ്റെ മാത്രം ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 10,000-കണക്കിന് സ്ത്രീകളാണ് ജനപ്രതിനിധികളായി മികവാർന്ന നിലയിൽ പെർഫോം ചെയ്യുന്നവരായി രംഗത്തേക്ക് വന്നത്. എന്തുകൊണ്ടതുണ്ടായി എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട. ആ 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ നേരത്തെ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം ചോദിച്ചല്ലോ, എന്ത് ചെയ്തു ഇതിനു മുമ്പ് കോൺഗ്രസും അല്ലെങ്കിൽ മറ്റ് കക്ഷികളുമൊക്കെ അധികാരത്തിലിരുന്നപ്പോൾ? വനിതാ സംവരണം ഭരണഘടനാപരമായ വ്യവസ്ഥയാക്കി രാജ്യത്ത് പ്രാവർത്തികമാക്കിയ ഒരു ഗവൺമെൻറ്റാണ് മുൻകാലങ്ങളിൽ അധികാരത്തിലിരുന്നൊരു ഗവൺമെൻറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി രാജ്യത്തുണ്ടായിട്ടുള്ള നിശബ്ദമായ വിപ്ലവം, നിശബ്ദമായിട്ടുള്ള മാറ്റം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. അതിനകത്തൂടെ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസും BJPയും ഇടതുപക്ഷവും തമ്മിൽ ഒരു തർക്കവും നമുക്ക് പ്രതിപക്ഷത്തിന്റെ ഐക്യം അവസരം വൈകുകയല്ലേ? ഒരു കാര്യം അത് ഞാൻ പറയാം, നേരത്തെ ബഹുമാനപ്പെട്ട ഗോപകുമാർ സാർ പറഞ്ഞതിന് കൂടി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹം ചോദിച്ച അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ആശങ്കയാണ്. ശരിയാണ്, 2029 ഇപ്പോൾ നിലവിലുള്ള 106-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2029 19-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ഇത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ഗവൺമെൻറ് അറിയാമല്ലോ. ഞങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ ചോദിച്ചല്ലോ, വായിച്ചു നോക്കാതെയാണോ ഒപ്പിട്ടതെന്ന്. വായിച്ചു നോക്കി ബോധ്യപ്പെട്ട് യുക്തിസഹമായി നടപ്പാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി നിയമത്തെയാണ് ഞങ്ങൾ അംഗീകരിച്ചത്. അത് 2029 മുമ്പ് ആ നിയമം നടപ്പാക്കാനുള്ള വ്യവസ്ഥകളോടുകൂടി പ്രായോഗികമാകുമെങ്കിൽ, പ്രായോഗികമാകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ്? രാജ്യത്ത് നിലവിലുള്ള നിയമമനുസരിച്ച്, ഭരണഘടനാ നിയമമനുസരിച്ച് 2026 സെൻസസ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡീലിമിറ്റേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തുടർന്നത് നടപ്പാക്കാൻ കഴിയൂ എന്നൊരു നിയമവ്യവസ്ഥ നിൽക്കുമ്പോൾ അത് ഭേദഗതി ചെയ്യാൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭേദഗതി നിയമം 2023 കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നില്ല? ഞങ്ങൾ 100% പിന്തുണയ്ക്കുമായിരുന്നു. പിന്നെ വളരെ പ്രസക്തമായ ഒരു കാര്യം ഈ ചർച്ചയിൽ രൂപപ്പെടാതെ പോയത്, ഇതിൻ്റെ പിന്നിൽ നിയമത്തിൻ്റെ വരികൾക്കിടയിലുള്ള വലിയ തോതിലുള്ള ചതിക്കുഴികൾ ധാരാളമുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഗോപകുമാർ സാറിനൊക്കെ ആധികാരികമായി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. ഭരണഘടനയുടെ 82-ാം അനുച്ഛേദത്തിൻ്റെ 3-ാം ഉപവകുപ്പിൽ ഒരു കൃത്യമായ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പോപ്പുലേഷൻ? അവിടെയാണ് ഞങ്ങൾ ഉയർത്തിയ മൗലികമായ പ്രശ്നം. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലും ഞങ്ങളുടെയൊക്കെ പ്രസംഗത്തിൽ ഞാൻ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത്, നിയമപരമായി നിലനിൽക്കത്തക്കതല്ല ഭരണഘടനയുടെ 82-ാം അനുച്ഛേദത്തിൽ ഭരണഘടനാപരമായി രാജ്യത്തുണ്ടാകേണ്ടുന്ന ഒരു ബാധ്യതയെ, ഒരു ഉത്തരവാദിത്വത്തെ പാർലമെന്റിന്റെ കേവലമായ ഭൂരിപക്ഷത്തോടുകൂടി നിർണയിക്കാൻ കഴിയുന്ന സ്ഥിതി മാറുക എന്ന് പറയുന്നത് ഭരണഘടനയുടെ ലെറ്ററിനും സ്പിരിറ്റിനും എതിരാണ്. ഞാനത് ഒരു വാക്കുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് വിശദീകരിക്കാം. അതിൽ പറയുന്നത് എന്താണ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നിലവിലുള്ള ഭരണഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടനയുടെ സത്തയിൽ വളരെ വ്യക്തമായി 82(3) സൂചിപ്പിക്കുന്നത് ലാസ്റ്റ് പ്രൊസീഡിംഗ് സെൻസസ്, ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള സെൻസസിൽ പറയുന്ന ജനസംഖ്യയാണ് അടിസ്ഥാന ഘടകമായി സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കൊണ്ടുവന്ന ഭേദഗതി എന്താണെന്നറിയാമോ? ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി അനുസരിച്ചാണെങ്കിൽ പാർലമെന്റ് കാലാകാലങ്ങളിൽ നിയമം മൂലം നിർണയിക്കും ഏത് സെൻസസ് എടുക്കണം. എന്തിനാണ് ആ വിവേചനാധികാരം നൽകുന്നത്? എന്തുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ ഇത്തരത്തിലൊരു വ്യവസ്ഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് മാത്രമേ സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അല്ലെങ്കിൽ ജനസംഖ്യ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നാളെ BJP ഗവൺമെന്റിനോ അല്ലെങ്കിൽ തുടർന്ന് മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സെൻസസ് ഉപയോഗിക്കാം. കാരണം പാർലമെന്റിലെ കേവലമായ ഭൂരിപക്ഷം മതി. 3/2 ഭൂരിപക്ഷം വേണ്ട ഭരണഘടന ഭേദഗതി ചെയ്യാതെ പാർലമെന്റിലെ സിമ്പിൾ മെജോറിറ്റി ഉപയോഗിച്ച് കേവല ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പറയാം, ഞങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള സെൻസസ് 71 2001 2011 2026 അതിനു മുമ്പുള്ളൊരു സെൻസസ് വേണമെങ്കിലും എടുക്കാനുള്ള വിവേചനാധികാരം എന്തിനാണ് ഗവൺമെന്റിന് കൊടുക്കുന്നത്? അതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടം എന്താണ്? അപ്പോൾ അവിടെയാണ് ഞാൻ ഇത് കേവലമായി ഒരു വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട നിയമമാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇതുണ്ടാക്കിയത്? അപ്പോൾ അവിടെ വളരെ വ്യക്തമാണ്, കൃത്യമാണ് ഈ കാര്യത്തിൽ. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു, BJP ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ അജണ്ട ഇപ്പോഴും മറനീക്കി പുറത്തു വന്നിട്ടില്ല. അവർക്കിതിൽ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ആലോചനകൾ ഈ കാര്യത്തിലുണ്ട്. അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കേണ്ട അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷം അനിവാര്യമായിട്ടുള്ളൊരു നിയമനിർമ്മാണം ഇത്രയും ലാഘവത്തോടുകൂടി നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച ഗ്രഹപാഠമില്ലാതെ അവതരിപ്പിച്ചൊരു പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിൽ മറ്റെന്തെങ്കിലും, നീ ശ്രീജ തുടക്കത്തിൽ ഈ പരിപാടി ആരംഭിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ്, മറ്റെന്തൊക്കെയോ അജണ്ടയുണ്ടോ എന്ന ആശങ്ക, സംശയം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 370-ാം വകുപ്പ് ഭേദഗതി ചെയ്തപ്പോൾ, സമാന സ്വഭാവത്തിലുള്ള നിരവധി വകുപ്പുകൾ ഭേദഗതി ചെയ്തപ്പോഴൊക്കെ രാവിലെ നിയമം കൊണ്ടുവരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അന്ന് തന്നെ 3 വായനയും നടത്തി പാസ്സാക്കി എടുക്കുന്നതടക്കമുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്. സമാന സ്വഭാവത്തിൽ പുതിയ എന്തെങ്കിലും ഒരു ആലോചന കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ആശങ്കയുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, വനിതാ സംവരണത്തിന്റെ കാര്യത്തിൽ പ്രധാന പ്രതിപക്ഷ കക്ഷികളെല്ലാം നേരത്തെ വിയോജിപ്പുണ്ടായിരുന്നു. ഞാനും ശ്രീ സമ്പത്തുമൊക്കെ 96 മുതൽ ലോക്സഭയിൽ ഉണ്ടായിരുന്നവരാണ്. അതിശക്തമായ വിയോജിപ്പ് അന്ന് BJPയിലും കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും ഒക്കെ പലതരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി എല്ലാവരും ഒരു സമവായത്തിലെത്തി നല്ലൊരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ട് 23-ൽ ഐകകണ്ഠേന നിയമം പാസ്സാക്കി അത് നടപ്പാകുമെന്ന ഘട്ടം വന്നപ്പോൾ ഇതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന നിലയിലൊരു ഭേദഗതി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ ജയചന്ദ്രൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ വായിക്കാതെയും നോക്കാതെയും ആണോ ഇത് ഒപ്പിട്ട് കൊടുത്തതെന്ന് ചോദിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ 2023-ലെ ഭരണഘടനാ ഭേദഗതി നിയമത്തെ നിങ്ങൾ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം രാവിലെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. അന്ന് രാത്രി 10 മണിക്ക് എക്സ്ട്രാ ഓർഡിനറി ഗസറ്റിലൂടെ തന്നെ പഴയ 23-ലെ നിയമം നിലവിൽ വന്നതായി പ്രഖ്യാപിക്കുന്നു. അവർക്ക് 2 പേർക്ക് കൂടെ സമയം കൊടുക്കേണ്ടതുകൊണ്ട് മാത്രമാണ്